ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമ്മളൊരു നാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണേ. മട്ടനും കൂർക്കയൊക്കെ ആയിട്ടുള്ളൊരു കിടിലൻ കറിയാണ് ഇത്. നല്ലൊരു കോമ്പിനേഷനിൽ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg മട്ടനാണ് എടുത്തേക്കണേ. മട്ടനിൽ എല്ലും നെയ്യൊക്കെ കൂടുതലുള്ള കാരണം അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പോരാത്തതിന് നമ്മൾ കൂർക്കയും കൂടി ചേർക്കുമ്പോൾ അത് കറി വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഇതേപോലെ വെക്കുക. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുക, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുക്കുക, 5-6 ഏലക്ക എടുക്കുക, അതേപോലെ 5-6 കരിയാമ്പൂ ചേർക്കുക, ഒരു കഷ്ണം പട്ട ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡർ ആക്കണ്ട, പക്ഷെ എല്ലാം കൂടി നന്നായി പൊടിഞ്ഞു കിട്ടിയാൽ മതി. ഇതേപോലെ. പിന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ച മസാലയ്ക്ക് നല്ല അടിപൊളി മണമായിരിക്കും. അപ്പോൾ ആ മസാലയുടെ ഫ്രഷ്നെസ്സും മണമൊക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അടച്ചു വെച്ചോളോ. ഇനി ഈ മട്ടൻ വേവിക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവാള എടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ള 3 അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 5-6 ചേർക്കാം. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് ഓപ്ഷണലാണ്. ഇത് സർവ്വസുഗന്ധിയുടെ ഉണക്കിയ ഇലയാണ്. ഇതിന് പകരം പച്ചില കിട്ടുകയാണെങ്കിൽ അടിപൊളി. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർക്കുക. ഇനി സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കുക. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. ഇപ്പം എല്ലാം റെഡിയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി കുക്കറിലേക്ക് ചേർക്കാം. അതിനുശേഷം ഫ്രഷ് ആയിട്ട് പൊടിച്ചു വെച്ച മസാലയിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ പൊടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുക. ഇല്ലെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മട്ടൻ ചേർക്കുക. ഇവിടെ മട്ടന് പകരം നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ബീഫും ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കണം. ഞാനത് നേരത്തെ വിട്ടുപോയി. അതിനുശേഷം ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഈ മട്ടനിലേക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 15 to 20 മിനിറ്റ്സ് അങ്ങനെ തന്നെ മൂടി വെക്കുക. അടുത്തത് ഒരു ചീഞ്ചട്ടി ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി കുരുമുളകൊക്കെ ചേർത്ത കാരണമാണ് മുളകും പൊടി കുറവ് ചേർത്തേക്കണേ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളോ. ഇപ്പോൾ പൊടികളുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ മൂക്കിലേക്കൊക്കെ ചെറുതായി അതിൻ്റെ കുത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരുന്നോളൂ. കാരണം നമ്മുടെ കടായി നല്ല ചൂടായിരിക്കും. ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചോളൂ. ഇത് ഏകദേശം 5-6 മിനിറ്റ് എടുക്കും ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ പോയി നന്നായി റോസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട്. പിന്നെ ഏകദേശം 20 മിനിറ്റ്സിന് ശേഷം നമ്മൾ കുക്കറിൽ മാറ്റി വെച്ച മട്ടൻ എടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം കുക്കർ മൂടിയിട്ട് അടുപ്പിലേക്ക് മാറ്റുക. 4-5 വിസിലാവുമ്പോഴേക്കും മട്ടൻ വേവും. പിന്നെ ഓരോ കുക്കർ അനുസരിച്ചിട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാം. ഇവിടെ ഞാൻ 4 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ പ്രഷർ പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്തുകൊണ്ട് നമുക്ക് കറി താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള എടുക്കുക. എൻ്റെ കയ്യിൽ വലിയ സവാള ഇല്ലാത്ത കാരണം ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തേക്കണേ. 5 അല്ലി വെളുത്തുള്ളി എടുക്കുക. 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുക്കുക. നേരത്തെ പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. അതേപോലെ സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് കൂർക്ക ചേർക്കാം. ഇവിടെ കൂർക്ക തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്.
വെള്ളത്തിലിട്ടില്ലെങ്കിൽ അത് കറുത്തു പോവും, അതാണ് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചേക്കണേ. ഇത് അറൌണ്ട് 300 ഗ്രാംസ് കൂർക്കയാണ്. കൂർക്ക എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൂർക്കയാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. കൂർക്ക വൃത്തിയാക്കിയതിന് ശേഷം അതിന് ഏകദേശം ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. ചില കൂർക്കയൊക്കെ കുറച്ച് വലിപ്പം കൂടുതലാവും, അതേപോലെ ചിലതൊക്കെ വളരെ ചെറുതാവും. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരേ സൈസിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കൂർക്ക റെഡിയാണ്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. നമ്മുടെ മട്ടനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കുക. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. പച്ചമുളകും സവാളയും വാടി കിട്ടുമ്പോൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വാടി തുടങ്ങുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി ലാസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം മട്ടൻ വേവിക്കുമ്പോൾ കിട്ടിയേക്കുന്ന ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം അതിലേക്ക് നമുക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവിയിൽ അത്യാവശ്യം നെയ്യും മസാലയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ കൂർക്കയിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കൂർക്ക ചേർക്കുന്നത്. ഇനി ഈ കൂർക്ക ഈ ഒരു ഗ്രേവിയിൽ തന്നെ വേവട്ടെ. അതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്. ഇങ്ങനെ വേവിക്കുമ്പോഴാണ് ആ ഇറച്ചിയുടെ എല്ലാ സത്തും ഈ കൂർക്കയിലേക്ക് ഇറങ്ങി ചേരുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർക്കുക. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മുളകും പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ബാക്കിയില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതേപോലെ ഫ്ലെയിം ലോ ടു മീഡിയം വെച്ചോളോ. പിന്നെ അതിൽ ഗ്രേവി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോളോ. ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് തന്നെ വിസിലടുപ്പിക്കാം. പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ കൂർക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് കൂർക്ക വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഗ്രേവി വച്ചതിന് ശേഷം മാത്രം കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് വേവിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂർക്ക അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയിൽ ഗ്രേവി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആ കുക്കറിൽ ചേർത്ത് അതിൽ പറ്റി പിടിച്ച നെയ്യൊക്കെ കഴുകിയെടുത്ത് ഈ കറിയിലേക്ക് ചേർക്കാം. അതിനുശേഷം കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കാം. ടോട്ടൽ 1/2 to 3/4 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു കറിവേപ്പിലോടുള്ള ഇഷ്ടം കാരണം ചേർക്കുന്നതാണ്. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഉപ്പും എരിവൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. എരിവിന് നമുക്ക് കുരുമുളക് പൊടിച്ചത് ചേർക്കാം. അതേപോലെ നിങ്ങൾക്ക് ഗ്രേവി കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർക്കുക. അങ്ങനെ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കൂർക്കയുടെയും മട്ടൻ്റെയും അതേപോലെ മസാലയുടെ ഒക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. 10 മിനിറ്റ് കറി ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കറി സെർവിങ് ബോളിലേക്ക് പകർത്താം. ഇത് വീട്ടിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. ശരിക്കും വായിൽ കപ്പലോടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മട്ടൻ കൂർക്ക കറി റെഡിയാണ്. ആഹാ, ഒരു രക്ഷയില്ല. ഇതിൽ നമ്മൾ മാറ്റി വെച്ച വറവ് എടുത്തിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ എനിക്ക് കൂർക്ക കൂടുതൽ ഇഷ്ടമുള്ള കാരണം കൂർക്ക കഴിക്കാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും അതേപോലെ അപ്പത്തിൻ്റെ കൂടിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.